ഹലോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ ഇറ്റലിയിൽ വന്നിട്ട് 4ാമത്തെ ക്രിസ്മസ് ആണ് കേട്ടോ ഇത്. പക്ഷേ ഇന്നേ വരെ എനിക്ക് ക്രിസ്മസ് ലൈറ്റ്സ് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇത്തവണ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇതിനെ പറയുന്നതാണ് ലൂച്ചി ദി ആർട്ടിസ്ത സലേർണോ. നവംബർ 14 മുതൽ ഫെബ്രുവരി 1 വരെയാണ് നമുക്ക് ഈ ലൈറ്റ്സും കാര്യങ്ങളും കാണാൻ പറ്റുന്നത്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ടായിരുന്നു കേട്ടോ ആ പോസ്റ്റർ. അതിലെ QR കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്നതാണ്. നമ്മൾ പോയൊരു അവധി ദിവസമായതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു ഗൈസ്. ഇഷ്ടം പോലെ ആളുകളായിരുന്നു. പിന്നെ അവിടുത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ കുറേ സ്ട്രീറ്റുകളിലൂടെ നമ്മൾ ഇങ്ങനെ നടന്ന് പോകുമ്പോഴാണ് അതിൻ്റെ ഭംഗി അറിയാൻ പറ്റുന്നത്. അല്ലാതെ ഒരു സ്ഥലത്തല്ല എല്ലാ ലൈറ്റ്സ് എടുത്ത് വച്ചിരിക്കുന്നത്. ഇങ്ങനെ ഇറ്റാലിയൻ സ്ട്രീറ്റ്സിലൂടെയൊക്കെ നടന്ന് പോകുമ്പോൾ ഈ ഒരു ക്രിസ്മസ് വൈബും ആ ഒരു എന്ത് ലൈറ്റ്സും, എവിടെ നോക്കിയാലും തിരക്ക്, കുട്ടികൾ, വലിയ ആളുകൾ, ഭയങ്കര ഒരു നല്ല രസമായിരുന്നു ഗൈസ്. അതുപോലെ തന്നെ വേറെ നമ്മൾ ലൂങ്കോമാരയുടെ അടുത്തൂടെ പോകുമ്പോൾ ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ പറ്റും. ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ, നമ്മുടെ നാട്ടിലൊരു പള്ളിപ്പെരുന്നാളിനും അവിടെ ഇഷ്ടംപോലെ കടകളൊക്കെ വരില്ലേ, അതേ സെയിം ഫീലാണ്. ഒരുപാട് മാർക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കൂട്ടവും തിരക്കും. ആക്ച്വലി ഡിസംബർ ഒരു നല്ല മാസമല്ലേ, എവിടെ നോക്കിയാലും ലൈറ്റ്, സന്തോഷം. എനിക്കിഷ്ടമാണ് ഡിസംബർ മാസം. അത് മാത്രമല്ല, ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി, വാവയുടെ ബർത്ത്ഡേ, ക്രിസ്മസ്, അങ്ങനെ ഭയങ്കര ഡിസംബർ ഇസ് എ ബ്യൂട്ടിഫുൾ മന്ത്, റൈറ്റ്? പിന്നെ നമ്മൾ നടന്ന് എത്തിയത് അവിടുത്തെ ഒരു വലിയ പാർക്കിലാണ് എത്തിയത്. അവിടെയാണ് കുറച്ചധികം ലൈറ്റും കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ആൻഡ് ഇവർക്ക് ഓരോ വർഷവും ഓരോരോ തീമിലാണ് കേട്ടോ ചെയ്യുന്നത്. എല്ലാ വർഷവും ഒരേ ലൈറ്റ്സും കാര്യങ്ങളും അല്ല ചെയ്യുന്നത്. ഇപ്പോൾ ഈ വർഷം മൊത്തം ഈ ജുറാസിക് പാർക്കിലെ ആനിമൽസിനെയൊക്കെയാണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് ഈ ആനിമൽസിനെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഒന്നും തോന്നിയില്ല. കുഞ്ഞു മക്കൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു കാര്യങ്ങളായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ മൃഗങ്ങളും അവരുടെ സൗണ്ട് അടക്കമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ നമുക്ക് സൗണ്ടൊന്നും അങ്ങനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല, ബിക്കോസ് നല്ല തിരക്കായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് ആളുകളും ബഹളവും ഒക്കെ ആയിരുന്നു. അപ്പം അതിൻ്റെ സൗണ്ടൊന്നും വീഡിയോസിൽ അത്രത്തോളം കിട്ടിയിട്ടില്ല. പക്ഷേ സൗണ്ട് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറേ മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ വാവ, അവൾക്കിത് കണ്ടിട്ട് ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. കുഞ്ഞിനെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെയാണ് വലിയ ആളുകൾക്കും അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിടാനായിട്ട് കൊള്ളാം. അതല്ലാതെ തീം ആക്ച്വലി ചിൽഡ്രൻ ഫ്രണ്ട്ലി ആയിപ്പോയി എന്നെനിക്ക് തോന്നി.
നേരത്തെ പറഞ്ഞില്ലേ ഗൈസ്, ക്രിസ്മസിൻ്റെ ശരിക്കുള്ള അതിൻ്റെ ഭംഗി എന്ന് പറയുമ്പോൾ ഈ സ്ട്രീറ്റുകളിലൂടെ ഇങ്ങനെ നടക്കുമ്പോഴാണ് കേട്ടോ. വളരെ മനോഹരമായിട്ടാണ് അവർ സ്ട്രീറ്റിൽ ലൈറ്റ്സൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ സ്ഥലത്തും ഓരോരോ ലൈറ്റുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ സ്ട്രീറ്റിൽ പോകുമ്പോൾ ആക്ച്വലി എക്സൈറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ഇവിടെ എന്തായിരിക്കും എന്ന് പറഞ്ഞുള്ളൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ഉണ്ടായിരുന്നു. കുറേ ചെറിയ സ്ട്രീറ്റുകൾ വന്ന് ഒത്തുചേരുന്ന ഒരു സ്ഥലമാണ് ഈ പിയാച്ച എന്ന് പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ ചെന്ന് കയറുന്നത് ഒരു പിയാച്ചയിലാണ്. അവിടെ വളരെ മനോഹരമായിട്ട് കുറേ അധികം ക്രിസ്മസ് മാർക്കറ്റ്സും കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാൻഡ്, നമ്മൾ സ്ഥിരം യൂറോപ്പിലൊക്കെ കാണുന്ന ഒരു കാഴ്ചയല്ല ഇത്. പക്ഷെ ഇപ്പോഴാണ് എനിക്കിത് നേരിട്ട് കാണാൻ പറ്റിയത് ഈ ഒരു ഒക്കേഷണൽ ടൈമിൽ. ആൻഡ് ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. പിന്നെ ഇതിൻ്റെ തൊട്ട് പുറകിൽ നിങ്ങൾക്കൊരു ചെറിയൊരു കട പോലെ കാണാൻ പറ്റുന്നുണ്ടോ? അവിടെ പോയി, അതും നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അവിടെ പോയി നമ്മൾ സാന്താക്ലോസുമായിട്ടൊക്കെ ഫോട്ടോ എടുത്തായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് റിയലി എ ബ്യൂട്ടിഫുൾ നൈറ്റ്.
ഇത്രയും വിശേഷങ്ങളാണ് ഗൈസ് അപ്പോൾ ഇന്ന് നമുക്ക് പറയാനുള്ളത്. ഹോപ്പ് യു എൻജോയ്ഡ് ദ വീഡിയോ. അപ്പോൾ സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.